Hello everyone, welcome to my complete comparison review of Bigg Boss Agni Pareeksha, Kannada, Malayalam, Tamil and Telugu. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് അതിനുശേഷം നമുക്ക് അനലൈസ് ചെയ്യാം. ഇന്ന് വന്നിട്ട് കന്നഡയിൽ വന്നിട്ടുണ്ടായിരുന്നത് ടോപ്പ് 2 ടീമിനുള്ള അഡ്വാൻറ്റേജസും ടോപ്പ് 2 ടീമിനുള്ള ഡിസഡ്വാൻറ്റേജസും പറഞ്ഞിട്ട് എവിക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. ക്വാളിഫൈഡ് റൗണ്ട് കൊടുക്കുന്നു. അതിനകത്ത് ചന്ദൻ ഷെട്ടിയുടെ റെഡ് ടീം, ബ്ലൂ ടീം, ഗ്രീൻ ടീം, യെല്ലോ ഇവർ 4 പേരും പെർഫോം ചെയ്യുന്നു. സഹാന, ദീക്ഷിത്ത്, റോഷ്നി, ധനുഷി ഇവർ പെർഫോം ചെയ്യുന്നു. ബാലൻസിങ് ടാസ്ക് ആയിരുന്നു. ഒരു ടാസ്കിൻ്റെ പേര് ബാലൻസ് ബഡായി മാദേവ എന്നാണ്. അതിൽ ഒരു റോഡിന് മുകളിൽ, ഒരു പോഡിയത്തിന് മുകളിൽ കുറേ ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. ഒരു റോഡും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ തന്നിരിക്കുന്ന ബ്ലോക്സ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്, ബസർ അടിക്കുന്നത് വരെ. ഇതിനകത്ത് വിൻ ചെയ്തിരിക്കുന്നത് ചന്ദൻ ഷെട്ടിയുടെ റെഡ് ടീമും അതുപോലെ വിനയ് ഗൗഡയുടെ ഗ്രീൻ ടീമും. അതായത് വന്നിരിക്കുന്ന സഹാനയും പിന്നെ ഗ്രീൻ ടീമിലെ റോഷ്നി, ഇവർ 2 പേരുമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ദെൻ നെക്സ്റ്റ് ടാസ്കിന് അപ്പോൾ ക്വാളിഫൈ ചെയ്ത് റെഡും ഗ്രീനും ആണല്ലോ, ചന്ദൻ ഷെട്ടിയുടെ ടീമും വിനയ് ഗൗഡയുടെ ടീമും. അപ്പോൾ അത് ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ചന്ദൻ്റെ ടീമിൽ നിന്ന് ചരൺ ഷെട്ടിയും വിനയുടെ ടീമിൽ നിന്ന് ലിഖിതുമാണ് ടാസ്ക് ചെയ്യാൻ വന്നത്. ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 റിങ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവർ 2 പേരും പിടിച്ചു വലിക്കണം. എന്നിട്ട് 2 പേരുടെ സൈഡിലും ഓരോ പോൾസ് ഉണ്ട്. ആ പോളിന് മുകളിൽ കൊണ്ടിടണം. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. നമ്മൾ ബെസ്റ്റ് ഓഫ് 3 ആണ്. നമ്മൾ ടാസ്ക് കണ്ടപ്പോൾ വിചാരിച്ച് ചരൺ ഷെട്ടി കൊണ്ടുപോകുന്നത്. കാരണം ചരൺ ഷെട്ടി അത് വലിച്ച് പുള്ളിയുടെ സൈഡിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏതോ ഒരു മൊമെൻറ്റിൽ പുള്ളി ഒന്ന് ലൂസായ ആ മൊമെൻറ്റിൽ ലിഖിത്ത് എടുത്ത് ഓടുന്നുണ്ട്, ലിഖിത്തിൻ്റെ പോളിലിടുന്നുണ്ട്. 2 തവണ ലിഖിത്ത് കൊണ്ടുപോയി. അപ്പോൾ ബെസ്റ്റ് ഓഫ് 3ൽ പിന്നെ 3ാമത്തെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല. അത് പുള്ളി തന്നെ, ലിഖിത്ത് തന്നെ ജയിച്ചു. നല്ല സ്ട്രാറ്റജിക്കൽ ഗെയിമാണ് കേട്ടോ. ലിഖിത്തിനെ കുറച്ച് ഫിസിക്ക് മാത്രമല്ല, നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്യാനുള്ളൊരു ഇത് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിഖിത്ത് വൺ ചെയ്തു. വിനയ് ഗൗഡയുടെ ടീം അതിന് 500 പോയിൻറ്റ്സ് കിട്ടി, ഫസ്റ്റ് പൊസിഷനിൽ വന്നു. ദെൻ നെക്സ്റ്റ് ശ്രുതി ആൻഡ് സംഗീത 2 പേരുടെ ടീമിനും 200 പോയിൻറ്റ്സ്. അപ്പോൾ ടൈ ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അവരെ വിളിക്കുകയാണ്. അതിൽ വന്നിരിക്കുന്നത് ശ്രുതിയുടെ ടീമിൽ നിന്ന് യെല്ലോ ടീമിൽ നിന്ന് നിഷയും ബ്ലൂ ടീമിൽ നിന്ന് ദീപക്കുമാണ് വന്നിരിക്കുന്നത്. ടാസ്കിൻ്റെ പേര് ചെണ്ട് സലികെ എന്ന് പറഞ്ഞ ഒരു പോഡിയത്തിൽ ഒരു ഫിഷ് ബോൾ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ കുറച്ച് ബോൾസ് ഉണ്ട്, നടുവിലൊരു ബൗൺസർ ഒരു ബ്ലോക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൾ എടുത്തിട്ട് ഇതിനകത്ത് ബൗൺസ് ചെയ്തിട്ട് ആ ബൗളിൽ വെള്ളത്തിലിടണം. അപ്പോൾ കൂടുതൽ ബോൾ വീഴ്ത്തുന്നവരാണ് ജയിക്കുക. അപ്പോൾ ഇതിൽ ജയിച്ചിരിക്കുന്നത് 6-3 സംഗീതയുടെ ടീം വിൻ ചെയ്തു. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ സംഗീതയുടെ ടീം വന്നു 300 പോയിൻറ്റ്സിന്. ദെൻ ഈ ടോപ്പ് 2ൽ വന്നിരിക്കുന്ന ലീഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലുമൊക്കെ ഡേഞ്ചർ സോണിൽ പോയേക്കാം. പക്ഷേ ബോട്ടം ടീമിൽ വന്നിട്ടുള്ള 2 ടീമൊന്നും എല്ലാവരും ഡേഞ്ചർ സോണിലാണ്. ഇതാണ് കന്നഡയിലുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസകരമായിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ടാസ്ക്, മൈൻഡ് ഗെയിം, ബാലൻസിങ്, നമ്മുടെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതാണ്. നല്ല ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനാണ് കന്നഡയിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ലിഖിത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ബിഗ് ബോസിലേക്ക് ലിഖിത്ത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ തരത്തിലുള്ള ഗെയിമിലും അവൻ ഒരിടത്ത് മാത്രമേ ഒരു ഫോൾസ് സംഭവിച്ചുള്ളൂ, പിന്നെ അവൻ കയറി വന്നു. നന്നായിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ. ദെൻ ഇനി മലയാളത്തിലേക്ക് വരാം. നമുക്ക് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജഡ്ജസ് വന്നിട്ട് എല്ലാവരുടെയും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അഖിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഖിൽ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ഗെയിം കളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല, 5 പേരെ 8 പേരെ ഒന്നും സെലക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നന്നായിട്ട് കളിക്കുന്ന ആപ്റ്റായ ഒറ്റയാളെ ഉള്ളെങ്കിൽ ആ ഒറ്റയാളെ മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്യുന്നു എന്ന് അഖിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ കയ്യിലാണ് ഡിസിഷൻ എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു, ട്രസ്റ്റ് വേർത്തി, അൺട്രസ്റ്റ് വേർത്തി. ഇതിൽ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ചൊന്ന് ഓടിച്ച് പറയാം, പോയിൻറ്റ്സ് മാത്രം പറയാം. ഫസ്റ്റ് വിളിക്കുന്ന അഫിയനാസിനെയാണ്. അഫിയനാസ് ഞാൻ പേര് പഠിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അഫിയനാസ് വിശ്വാസമുള്ള ആളായിട്ട് ശ്യാമിനെയും വിശ്വാസം ഇല്ലാത്ത ആളായിട്ട് രാകേഷിനെയും പറയുന്നു. അപ്പോൾ അതിന് റീസണായിട്ട് രാകേഷിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ രാകേഷ് അത് എന്താണ് പുള്ളി അത് സ്റ്റേജിൽ വന്ന് പറയുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. കാര്യം അത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, എന്തോ ആവട്ടെ. രഞ്ജിനി പറയുന്നുണ്ട് അത് കാര്യം. കാരണം ഫോട്ടോ കൊച്ചിക്കാരടുത്ത് വന്നിട്ട് സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നത് അതാണ് കാരണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ രാകേഷ് ഒന്ന് നന്നായിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലായിട്ട് പുള്ളിയുടെ ആ നെഗറ്റീവ് സൈഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പോസ് ആയി വരുന്നുണ്ട്. വേണമല്ലോ, ഒരാളുടെ പോസിറ്റീവ് സൈഡ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നെഗറ്റീവ് സൈഡ് അറിയണം. അയാളുടെ എല്ലാ ഇതും പുറത്തു വരണമല്ലോ, എന്നാലല്ലേ നമുക്ക്
ഇയാളിൻ്റെ എല്ലാ ക്വാളിറ്റീസും അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ശ്യാമിനെ വിളിക്കുന്നു. ശ്യാം വന്നിട്ട് പൂജ വിശ്വാസമുള്ളതും ഷിബിന വിശ്വാസം ഇല്ലാത്തതെന്ന് പറയുന്നു. പൂജ വന്നിട്ട് ശ്യാമിന് വിശ്വാസമുള്ളതും ഷിബിനെ വിശ്വാസം ഇല്ലാത്തതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഷിബിനെ ഒന്ന് അഖിലൊന്നൊന്ന് ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. അവൾക്കൊരു സ്റ്റാൻഡുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ദെൻ അവിടെ വന്നിട്ട് പൂജയെ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. പൂജയ്ക്ക് നന്നായിട്ടൊന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പൂജ ഐ തിങ്ക് ഷീ ഈസ് ഫേക്ക് പേഴ്സൺ. കാരണം അവൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും. ആ കുട്ടിയുടെ മുഖത്ത് ഉണ്ട് അത്. അവളൊരു ഫേക്ക് മാത്രമല്ല, പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും അവൾ. ഒരു പരദൂഷണമൊക്കെ പറയുന്നത് പോലെ ഒരു അങ്ങനെയുള്ള ആൾക്കാർ വരണ്ടെന്നല്ല, അതൊക്കെ അവർ വളർന്നതും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ സൈഡ് കൂടി നമ്മൾ അറിയണം. അപ്പോൾ അത് കുറച്ചൊന്ന് പൂജയും ഇന്ന് കുറച്ച് എക്സ്പോസ് ആവുന്നുണ്ട്. ദെൻ ഷിബിന വന്നിട്ട് ഷാമോൻ വിശ്വാസമുള്ളതും താഷി വിശ്വാസം ഇല്ലാത്തത് പറയുന്നു. താഷി വന്നിട്ട് അഫിയനാസ് വിശ്വാസമുള്ളതും ഷാമോൻ വിശ്വാസമില്ലാത്തതെന്ന് പറയുന്നു. ഷാമോൻ ഇവിടെ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം കേട്ടോ ഷാമോൻ്റെ കാര്യം. ദെൻ ഷാമോന് ചാൻസ് കിട്ടിയപ്പം ഷിജിലാലിനെ വിശ്വാസമുള്ള ആളും അഫിയനാസിനെ വിശ്വാസം ഇല്ലാത്ത ആളുമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമോൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചിട്ട് ആള് ബിഹേവ് ചെയ്യുന്നു. ആൾക്ക് അതൊരു ടാസ്കിനകത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് പോകുന്നൊരു ക്യാരക്ടർ ഇല്ല. പിന്നെ ആൾ സ്വയം പുകഴ്ത്തുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഒരു സംഭവമാണെന്നുള്ള ഒരു മട്ടിലാണ് ആളുടെ ഒരു സ്വയം പുകഴ്ത്തൽ. ബിഗ് ബോസ് ഒക്കെ അരച്ച് കലക്കി കുടിച്ച് വന്നെന്നൊക്കെയുള്ള ഒരിത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷാമോൻ്റെ കാര്യം പറയാം. ദെൻ ഷിജിലാൽ വന്നിട്ട് ഷാമോനാണ് വിശ്വാസം ഉള്ളതെന്നും താഷി വിശ്വാസം ഇല്ലാത്തതാണെന്നും പറയുന്നു. അവിടെ അപ്പോൾ തന്നെ ജഡ്ജസ് പറയുന്നുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. രഞ്ജിനിയാണ് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നുണ്ട്. അവരത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എനിവേസ്. ദെൻ സോന വന്നിട്ട് ഷിജിലാലിനെ ഇഷ്ടമുണ്ട്, ഷിബിനെ ഇഷ്ടമില്ലാത്ത ആളെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സോനയോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. വിശ്വാസം ഇല്ലാത്ത ആളിനെ ഹീറോ ആണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ സോന പറയുന്നുണ്ട് യെസ്, ഗെയിമിൽ അവൾ ഹീറോ ആണ്, പക്ഷേ എനിക്ക് ആളിന് വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഗെയിം അടിസ്ഥാനമാക്കി തന്നെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഷിജിൻ വന്നിട്ട് ലോലിറ്റയെ വിശ്വാസമുള്ളതും രാകേഷ് വിശ്വാസം ഇല്ലാത്തതെന്നും പറയുന്നു. ലോലിറ്റ വന്നിട്ട് ഷിബിനെ വിശ്വാസമുള്ളതും ശ്യാമിനെ വിശ്വാസം ഇല്ലാത്തതെന്ന് പറയുന്നു. ലോലിറ്റ ഷിബിനയുടെ കാര്യത്തിൽ പറയുന്ന നിലപാടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ലോലിറ്റയും സോനയും തമ്മിലൊന്ന് നന്നായിട്ടൊന്ന് അരസുന്നുണ്ട്. അവിടെ ലോലിറ്റ എക്സ്പോസ് ആവുന്നുണ്ട്. കാരണം ആ കുട്ടി ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് നിന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവൾക്ക് നല്ലൊരു നെഗറ്റീവ് സൈഡുണ്ട്, അതുകൂടെ എക്സ്പോസ് ആവുന്നുണ്ട് എന്തായാലും. ദെൻ എൽദോ വന്നിട്ട് ഷിജിനെ വിശ്വാസം ഉള്ളതെന്നും ഷാമോനെ വിശ്വാസം ഇല്ലാത്തതെന്നും പറയുന്നു. അപ്പോൾ അവിടെ വിശ്വാസം ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് ഞാൻ സെലക്ട് ചെയ്ത ആളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ ആൾ പിന്നെ ഒരു എന്താ പറയുക, അതൊരു ആയുധമാക്കി എടുത്തിട്ട് ഇതാക്കിന്നൊക്കെ പറയുന്നുണ്ട്. ഷാമോനെ കുറിച്ചിട്ട് ഡബിൾ സ്റ്റാൻഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാമോൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് നന്നായിട്ട്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഷാമോൻ വല്ലാതെ എന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഷാമോനോട് പറയുന്നുണ്ട് എൽദോ പറഞ്ഞ കാര്യം ഇയാൾ സ്റ്റാമ്പ് ചെയ്യുകയാണെന്ന്. ഓക്കെ, അത്രയാണ് സംഭവിച്ചത്. ഇനി ഷാമോൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഈ ടാസ്കിൻ്റെ കാര്യം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പറയാം. രാകേഷ് വന്നിട്ട് ശ്യാമാണ് ട്രസ്റ്റ് ആയിട്ടുള്ളതും ഷാമോൻ ട്രസ്റ്റ് ഇല്ലാത്ത ആളെന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളത് ശ്യാമും വിശ്വസിക്കാൻ കൊള്ളാത്തത് ഷാമോനും ഷിബിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഷാമോനെ കുറിച്ച് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്നത് അഗ്നിപരീക്ഷയിലാണ്, ബിഗ് ബോസ് ഹൗസിനുള്ളിലല്ല. അതുപോലെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷാമോൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, അഗ്നി പരീക്ഷയിൽ അഗ്നിയാണ് കാണിക്കേണ്ടത്. ഈ അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ സ്വയം പുകഴ്ത്തലും ചാൻസ് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് എൻ്റെ വീട്ടിൽ അത്ര വണ്ടിയുണ്ട്, ഞാൻ ലക്ഷങ്ങളെ വീട് വെക്കുന്നുണ്ട്, പിന്നെ ഞാൻ ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നത്, ബിഗ് ബോസിനകത്ത് കയറാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ടൈം കിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്യണം. 10,000 കണക്കിന് ആപ്ലിക്കേഷൻ വന്നതിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഷാമോനൊക്കെ ഇത്രയും എത്തിയിട്ടുള്ളത് ബിഗ് ബോസ് ക്രൂവിൻ്റെ ഒരു ഫോൾസ് കൊണ്ട് മാത്രമാണ്. കാരണം ജഡ്ജസിനെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ജഡ്ജസിനെ അവരുടെ മുമ്പിൽ എത്തിയിട്ടുള്ള പ്രോസസ്സ് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ജഡ്ജസിന് ആദ്യം കൊടുത്തിട്ടുള്ളത്
ടാസ്ക് കൊടുക്കുക, ഗെയിംസ് നടത്താനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. വെറും ടാസ്കിനകത്ത് ഔട്ടാവുന്നവരെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ടോപ്പ് 12 എത്തിയത് ആളുടെ ഫിസിക്കൽ ടാസ്ക് ചെയ്യാനുള്ള കഴിവുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ ആദ്യം പറയുന്നത് ഇതാണ്, മെൻ്റൽ എബിലിറ്റി എല്ലാ ലാംഗ്വേജിലും ഉള്ളതുപോലെ മെൻ്റൽ എബിലിറ്റിയും പേഴ്സണാലിറ്റിയും ടെസ്റ്റ് ചെയ്തായിരുന്നു ഈ ഗെയിമിൽ ടാസ്ക് ലെവലിലേക്ക് എത്തുന്നതെങ്കിൽ ഷാമോനൊന്നും ഒരിക്കലും കയറില്ല. കാരണം ഷാമോൻ്റെ ഈ ഒരു ടോക്കിംഗ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഷാമോന് PR ഇല്ലയെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് PR ടീം ഒന്നും ഇല്ലെങ്കിൽ ഷാമോൻ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഔട്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബിഗ് ബോസ് ഹൗസ് സ്വപ്നം കണ്ട് വന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പറ്റാതെ ഈ ലക്ഷങ്ങൾ മുടക്കി പണിത് വെച്ചിരിക്കുന്ന സ്വന്തം വീട്ടിൽ പോയി സ്വപ്നം കാണേണ്ട ഒരു അവസ്ഥ വരും. ഷാമോൻ കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ടീമെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മളിത് 6-ാം തീയതി മാത്രമേ അറിയൂ, അത്രയേ ഉള്ളൂ. എനിവേയ്സ് ഷാമോൻ സൂക്ഷിച്ച് കളിച്ചാൽ ഷാമോന് കൊള്ളാം, അത്രയേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഈ ഒരു ഗെയിം കളിച്ചിട്ട് പുറത്ത് വോട്ട് ചെയ്യാൻ ആളെയും വെച്ചിട്ട് ബിഗ് ബോസ് കയറാമെന്നൊരു ആഗ്രഹം ഒരിക്കലും വേണ്ട. ഇനി അങ്ങനെ എങ്ങനെയെങ്കിലും കയറി പറ്റി തന്നിട്ടുണ്ടെങ്കിൽ നല്ല PR ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഇറങ്ങിപ്പോരും, ഉറപ്പാണത്. കാരണം ആ ടൈപ്പ് ഗെയിമാണ് ഷാമോൻ കളിക്കുന്നത്. അന്ന് ഒരു കിട്ടിയ വലിയൊരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ആൾ ശ്രദ്ധിക്കുന്നില്ല. ആളിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കയറിയതുപോലെയാണ് കളിക്കുന്നത്. അതായത് ഈ ടോപ്പ് 12 സെലക്ട് ചെയ്യുന്നത് വരെ ആൾ ഈ ടൈപ്പ് ആയിരുന്നില്ല. ഗെയിം ടോപ്പ് 12 എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഗെയിം ചേഞ്ച് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സ്ട്രാറ്റജി ആണോ എന്നറിയില്ല, പക്ഷേ ഈ സ്ട്രാറ്റജി ആണെങ്കിൽ പോയി ഒരു ചാൻസ്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു ചാൻസ് പോയെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇനി ഇവിടെ വന്നിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ വ്യക്തമായിട്ട് പറയാം. ഇതെടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് കൂടി പറയാം. നിറക്കണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്, ഒരു ടാസ്ക്കാണ് കൊടുത്തത്. ഇൻഡിവിജ്വൽ ഗെയിമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ബ്ലൈൻഡ് ഫോൾസ് ഇട്ടിട്ട് ഒരു വെൽക്രോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലൊരു കളർ കോയിൻ ഒട്ടിക്കും. അതിൽ ഫ്ലോറിൽ 4 കളറിലുള്ള സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീന്, റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പോൾ നമ്മുടെ തലയുടെ പുറകിലുള്ള കോയിൻ ഏതാണെന്ന് പരസ്പരം ചോദിച്ചൊക്കെ മനസ്സിലാക്കാം. അത് ചോദിക്കാം, അതിന് ഒരു കുഴപ്പമില്ല, ചോദിക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആൾക്കാരനെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റണം. അങ്ങനെ ഓരോരുത്തരെ ഔട്ടാക്കണം. ഇതാണ് ഗെയിം വന്നിട്ടുള്ളത്. ഇല്ലാന്ന് ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ ലോട്ട് നറുക്കിട്ടെടുത്തിട്ട് ഒരാളിനെ ഔട്ടാക്കും. ഇതാണ്. അപ്പോൾ നമ്മൾ ഔട്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കണം. ഇതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ വന്നിട്ട് രാകേഷ്, പൂജ ഔട്ടാവുന്നു. ദെൻ അടുത്ത റൗണ്ടിൽ വന്നിട്ട് എല്ലാവരും കറക്റ്റായി നിന്നു. അപ്പോൾ രഞ്ജിനി ഫയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഹൗസിൽ പോയ എല്ലാവരും അട്ടർ വേസ്റ്റ് ആയിരിക്കും, കാരണം നിങ്ങൾ ഇത്രയും ഇതായിട്ട് കളിക്കാൻ പാടില്ലാന്ന്. പിന്നെ അഖിൽ പറയുന്നുണ്ട്, എന്നോട് ആരെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടാക്കാൻ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ ഷാമോനെയും ഷിജിലാലിനെയും ഔട്ടാക്കും. അവർ പക്കാ പ്ലാൻ ചെയ്താണ് വന്നതെന്ന്. അപ്പോൾ അവരോട് ചോദിക്കുന്ന സമയത്ത് ഈ പൊട്ടൻ ഷാമോൻ പറയുന്നു അതേന്ന്. എന്തായാലും പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ അത് അങ്ങ് അഗ്രി ചെയ്ത് കൊടുക്കാൻ പാടുണ്ടോ? ജഡ്ജസ് നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പുള്ളിക്ക് ശരിക്കും എന്താണ് ഈ ഗെയിം എന്ന് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഔട്ടാക്കാൻ ലോട്ട് എടുക്കണുണ്ട്. ദെൻ അതിൽ ആരായിരുന്നു ഔട്ടായത്? എൽദോ ഔട്ടായി. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് നല്ലൊരു പ്ലെയർ ഔട്ടായി എന്ന് പറയുന്നുണ്ട്. അഖിൽ വീണ്ടും പറയുന്നുണ്ട്, പ്ലാൻ ചെയ്ത് കളിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. 3ാമത്തെ റൗണ്ടിൽ വന്നിട്ട് ഷിബിന, ഷിജിൻ, താഷി ഔട്ടായി. 4ാമത്തെ റൗണ്ടിൽ അഫ്നിയാസ് ഔട്ടായി. പിന്നെ അടുത്തത് എല്ലാവരും സെയിം ആയിട്ട് നിന്നു. അപ്പോൾ അത് ലോട്ട് എടുത്തിട്ട് ലൊലീറ്റ ഔട്ടായി. ദെൻ 6ാമത് വന്നത് ശ്യാം ഔട്ടായി. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് രഞ്ജിനി ചോദിക്കുന്നുണ്ട്, മറ്റ് 2 പേരും പ്ലാൻ ചെയ്താണ് കളിക്കുന്നതെന്ന് പറയുന്നത്. സോന പറഞ്ഞത് വ്യക്തമായിട്ട് ഇവിടെ കേട്ടതാണ്, കളർ കറക്റ്റായിട്ട് പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ട് സോനയെ ട്രസ്റ്റ് ചെയ്യാതെ മാറിപ്പോയി നിന്നു? എന്തുകൊണ്ട് റിസ്ക് എടുത്തുകൂടായിരുന്നു? അവർ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ നമ്മളും പ്ലാൻ ചെയ്ത് ഫൈറ്റ് ചെയ്യാമെന്നുള്ളത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആളുടെ ഇഷ്ടമാണല്ലോ എന്നുള്ള രീതിക്ക് അത് വിടുന്നുണ്ട്. ദെൻ 7ാമത്തെ റൗണ്ടിൽ സോന ഔട്ടാവുന്നു. സോന പറയുന്നത്, എനിക്ക് അവരെ വിശ്വസിക്കാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഒന്നും ചോദിച്ചില്ല എന്ന്. അപ്പോൾ ഇത്രയും പ്ലാൻ ചെയ്ത് കളിച്ചതുകൊണ്ട് ഷിജിലാലിനെയും ഷാമോനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാമോൻ ടാസ്ക് ലെറ്ററിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് ലെറ്ററിൻ്റെ ബാലൻസ് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് കളിച്ചതിന് രഞ്ജിനി നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. സെയിം ആണെങ്കിൽ വീണ്ടും കളിപ്പിക്കുന്നു പറയാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കളിപ്പിക്കുമ്പോൾ ഇവന്മാർ രണ്ടും പ്ലാൻ ചെയ്ത് രണ്ടും ഒരേപോലെ വന്ന ഒരേപോലെ ഇതായി പോവുകയാണ്. അപ്പോൾ ജഡ്ജസ് പറയുന്നത്, നിങ്ങൾ എത്ര തവണ ഇങ്ങനെ കളിക്കും നോക്കട്ടെ, അത്രയും തവണ നമ്മൾ കളിപ്പിക്കുന്നു പറയുന്നു.
ലാസ്റ്റ് ഷാമോൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അവിടെ നിന്ന് വാദിക്കുകയാണ് കേട്ടോ. ഭയങ്കര അഹങ്കാരമായിരുന്നു. രഞ്ജിനി അത് നന്നായി ഫയർ ചെയ്യും. രഞ്ജിനി പറയുന്നുണ്ട് അവൻ്റെ മുഖത്ത് അഹങ്കാരം നോക്കിക്കുകയെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് രഞ്ജിനിക്ക് നന്നായിട്ട് അവൻ കൈ പൊക്കുന്ന എന്തോ പറയാൻ വേണ്ടിയിട്ട് അവർ കൈ താഴെ ഇടണോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ആണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനും ഇറങ്ങി പോവാന്ന് പറയുന്നത്, ഞങ്ങളെ വിഡ്ഢിയാക്കി മുന്നോട്ട് പോകാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് അഖിലും ഇറങ്ങിപ്പോവാണ്. പിന്നാലെ റിയാസ്, 3 പേരും കിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് ജഡ്ജ് ഇത് എന്താ സംഭവിക്കുന്നതെന്നുള്ള ഒരു മനസ്സിലാവാതെ നമ്മുടെ റനീഷയും ക്രൂ മെമ്പേഴ്സും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷോ ഇന്നത്തെ ഇത് ഒരു ഡിസൈഡ് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്യുമ്പോൾ നാളത്തെ ട്രെയിലർ കാണിക്കുകയാണ്. ട്രെയിലറിൽ എന്താണ് 3 ജഡ്ജസിനെ കാണിക്കുന്നുണ്ട്. രഞ്ജിനി പറയുന്നുണ്ട് മത്സരം മനസ്സിലാക്കാതെ വന്നിട്ട് ജഡ്ജസിനെ ഞങ്ങൾ കളി പഠിപ്പിച്ച് തരാമെന്നാണോ നിങ്ങൾ വിചാരിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത്, കഴിഞ്ഞ തവണ അഗ്നിപരീക്ഷ സീസൺ 1 തെലുങ്കിൽ ജഡ്ജസ് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അതായത് ഈ കണ്ടസ്റ്റൻസ് കെയർലെസ് ആയി കളിച്ചതിന്, അഡ്വൈസ് നോക്കാതെ കളിച്ചതിന് അവർ ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഒന്ന് അനുനയിപ്പിച്ചൊക്കെയാണ് അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ കൊണ്ടുവന്നത്. അതേപോലെ ഇവർ വഴക്കുണ്ടാക്കുന്ന ട്രെയിലർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ തെലുങ്കിലോ തമിഴിൽ അതേപോലെ കന്നഡയിലൊക്കെ ഉണ്ടായിരുന്ന ടാസ്ക്കാണ് റാങ്കിങ് ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്പറിൻ്റെ പുറകിൽ നിന്നാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അത് അവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, ഇങ്ങനെ നാട്ടുകാരെ വെച്ചിട്ടോ അല്ലെ PR-നെ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഗെയിം കളിക്കാതെ വെറും ടാസ്ക് മാത്രം വിൻ ചെയ്ത് വരുന്നവരെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വിടല്ലേ. നമ്മൾ വിട്ടിരിക്കുന്ന ആളുകൾ അടുത്ത ആഴ്ച ഇറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഗെയിം കളിക്കാതെ മറ്റുള്ളവരെ ചുമ്മാ ടാർഗറ്റ് ചെയ്യുക, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, ഞാൻ പറയണത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൽ ഒരു വേർഡ് മാത്രം എടുത്തിട്ട് എന്താ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ബിഹേവ് ചെയ്യുക, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഹൗസിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. നല്ല കണ്ടസ്റ്റൻസിന്, നന്നായി ഗെയിം കളിക്കുന്ന, നന്നായിട്ട് മെൻ്റൽ പവർ യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം വോട്ട് ചെയ്തിട്ട് പറഞ്ഞു വിടുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിനി തമിഴിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തമിഴിൽ നിന്ന് വന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ദ കോമൺ മാൻ കോട്ട്, അതായത് ബിഗ് ബോസിനുള്ളിൽ കൊടുക്കുന്ന എല്ലാ ടാസ്കുകളുമാണ് തമിഴ് ദ കോമൺ മാനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് ടാസ്ക്കാണ്. ഇതിന് പല വേർഷൻസ് ഉണ്ട്, ഏത് വേർഷൻ എടുത്താലും ക്ലാസിക്കാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ അനലൈസേഷൻ പവർ, ഒരു കാര്യം ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അവരുടെ സൈഡിൽ നിർത്താം എന്നുള്ള ഒരു ടാലൻറ്റ്, പിന്നെ അവർക്ക് ഒരാൾ ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു ടാസ്ക്കാണ് കോട്ട് ടാസ്ക്. ഇതിനകത്ത് ഒരു 6 കേസസാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫയൽ എടുക്കണം. ഫയൽ എടുത്തു കഴിഞ്ഞാൽ ആ കേസ് വാദിക്കാൻ ഉള്ള ഓപ്പോസിറ്റ് വക്കീലിന് കിട്ടാൻ ഒരു കാർഡ് എടുക്കണം. ആ കാർഡിലുള്ള ആളാണ് ഓപ്പോസിറ്റ് വക്കീൽ. അപ്പോൾ ആദ്യം വിളിക്കുന്നത് തടീശ്വറിനെയാണ്. തടീശ്വറിന് കൊടുക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ വരുന്നവർക്ക് തേവേ അമേദ്യമാന ആട്ടമോ ആക്രോശമാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്ന ആക്രോശം, പുള്ളിക്കാരന് ഒപ്പോസ് ചെയ്യാൻ കിട്ടിയിരുന്നത് അരവിന്ദിനെയാണ്. അരവിന്ദ് അമേദ്യമാന ആട്ടം എന്ന്. അതിൽ ജഡ്ജ് കരിഷ്മയാണ്. ഇതിൽ ആരെ വേണമെങ്കിലും വിചാരണ ചെയ്യാം, സാക്ഷിയാക്കുകയൊക്കെ ചെയ്യാം. അരവിന്ദിൻ്റെ സാക്ഷിയായിട്ട് രഞ്ജിത്തിനെ കൊണ്ടുവരുന്നുണ്ട്, തടീശ്വറിൻ്റെ സാക്ഷിയായിട്ട് ബേബീനെ കൊണ്ടുവരുന്നുണ്ട്. തടീശ്വറിനാണ് കേസ് ജയിച്ചത്. രണ്ടാമത് ബേബിയാണ് വരുന്നത്. ബേബിക്ക് കിട്ടിയ കേസ് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു കേസ് ബിഗ് ബോസ് വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും മാപ്പ് പറയുന്നത് സ്ട്രാറ്റജിയാണോ ശരിയായ മനമാറ്റമാണോ എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. അത് മാറ്റിയിട്ട് മായ വേറൊരു കേസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കേസ് എന്താണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡായിട്ട് വരുന്ന വിൻ ചെയ്യുന്ന ആ ഒരു സംഗതി, അത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ക്ഷമയാണ് ഒപ്പോസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതിൽ ശരിയെന്ന് ബേബിയും അല്ലെന്ന് ക്ഷമയാണ് വാദിക്കുന്നത്. അപ്പോൾ ബേബിയുടെ സാക്ഷിയായിട്ട് ശരണ്യയെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് ക്ഷമയാണ് കേസ് ജയിച്ചത്. ദെൻ മൂന്നാമത് വരുന്നത് മണിവണ്ണനാണ്. മണിവണ്ണൻ വന്നിട്ട് നമ്മുടെ ഒരു കേസ് എടുക്കുന്നു. അതിൽ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊഴുതുപോക്ക് കൊടുത്താൽ വെട്രി വരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അപ്പോൾ അതിന് എതിർപ്പ് വരുന്നത് ഒഴുക്കം കൂടെ വരണം, ഇതാണ്.
അപ്പോൾ ഇതിൽ മണിവണ്ണൻ വെങ്കടേഷുമാണ്, ജഡ്ജായിട്ട് മുനിയമ്മയാണ് വരുന്നത്. മുനിയമ്മ നല്ലൊരു ജഡ്ജാണ്. അവർ വില്ലേജിലുള്ള ആളാണ്. വില്ലേജിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാറ് നടുന്ന ഒരാളാണെങ്കിലും അവർക്ക് കിട്ടുന്ന മീഡിയാസിൽ ആദ്യമായിട്ട് സിറ്റിയിൽ വരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഇതിലൂടെ അവർ അവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കേട്ടോ ഈ ഒരു ഇതിൽ. അപ്പോൾ മുനിയമ്മ ജഡ്ജിങ് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ്, വിരലിലുണ്ടാവുന്ന കണ്ടസ്റ്റൻസ് എതിർപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ ഈ കേസിൽ മണിവണ്ണൻ സാക്ഷിയായിട്ട് രാജുവിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ മണിവണ്ണനല്ല, മറ്റേ വെങ്കടേഷ് സാക്ഷിയായിട്ട് രാജുവിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വെങ്കടേഷാണ് കേസ് ജയിച്ചത്. ദെൻ പ്രിയങ്കയാണ് അടുത്ത കേസിന് വരുന്നത്. പ്രിയങ്കയ്ക്ക് കിട്ടിയ കേസ് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഒരു പോട്രിയാളർ മാത്രം ശക്തി കൊണ്ട് വാഴ്കൈ, അങ്ങനെയല്ലേ പറയുക, വാഴ്കൈ மற்றும் അങ്ങനെയല്ലേ പറയുക, എനിക്കത് ചെറിയ ഡൗട്ട് ഉണ്ട്, ഞാനത് മുഴുവൻ കേട്ടില്ല. ദെൻ അതിൻ്റെ എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, വാഴ്കയെ മാറ്റുന്നത് പോട്രിയാളുകൾ നികഴ്ചയല്ലേ, കണ്ടസ്റ്റൻസ് ആണ് ഇത് മാറ്റുന്ന, ഷോ അല്ല എന്നാണ് വാദിക്കുന്നത്. അപ്പോൾ അത് പോട്രിയാളർ മാത്രം ശക്തി കൊണ്ടത് വാഴുകയെ മറ്റുമെന്നുള്ളത് ജെയ്സൺ ആണ് എടുക്കുന്നത്. പിന്നെന്താണ്, എതിർപ്പ് വാഴുകയെ മാറ്റുന്നത് പോട്രിയാളുകൾ നികഴ്ചയല്ലേ എന്ന് പ്രിയങ്ക എടുക്കുന്നു. അതിൽ ജഡ്ജായിട്ട് വന്നത് സംയുക്തയാണ്. ആര്യ ജെയ്സൺ സാക്ഷിയായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ജെയ്സൺ ആണ് കേസ് ജയിച്ചത്. നെക്സ്റ്റ് വന്നത് രഞ്ജിത്താണ്. രഞ്ജിത്തിൻ്റെ കേസ് വന്നത്, ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് നികഴ്ചിതാൻ, അൺസ്ക്രിപ്റ്റഡ് റിയാലിറ്റി നികഴ്ചി അല്ലേ, നികഴ്ചി ഇല്ലേ, അല്ലേ എന്നല്ല, ഇല്ലേ, ഇതാണ്. അപ്പോൾ സ്ക്രിപ്റ്റഡ് തന്നെ പുള്ളി എടുത്തത്, രഞ്ജിത്ത് എടുത്തത് അൺസ്ക്രിപ്റ്റഡ് റിയാലിറ്റി ഷോ എന്ന് എടുത്തു രഞ്ജിത്ത്. അതിന് ഒപ്പോസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഹൈഡ് കാർത്തിയാണ്. അതിൽ സ്ക്രിപ്റ്റഡ് ആണെന്ന് കാർത്തി വാദിക്കുന്നു. ജഡ്ജായിട്ട് അഭിനയാണ് വന്നത്. രഞ്ജിത്ത് സാക്ഷിയാക്കിയിട്ട് OVA കൊണ്ടുവരുന്നുണ്ട്. കേസ് ജയിച്ചത് രഞ്ജിത്താണ്. ആറാമത്തെ ഇത് വന്നത് ശോഭയാണ്. ശോഭ വന്നിട്ട്, ബിഗ് ബോസ് വീട്ടിൽ 100 ദിവസം നിൽക്കാൻ അഴക് മുഖ്യം, അതിന് അഴക് മുഖ്യമാ അറിവ് മുഖ്യമാ, ഇത് അറിവ് മുഖ്യം എന്ന് ശോഭ എടുത്തു. അതിൽ ഓപ്പോസിറ്റ് വന്നത് അഭിനയയ്ക്ക് അഴക് താൻ മുഖ്യം എന്ന്. ജഡ്ജായിട്ട് ഡാർവിനെ കൊണ്ടുവരുന്നു. ഇതിൽ ജയിച്ചിരിക്കുന്നത് ശോഭയാണ്, ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേയ്സ് എന്തൊക്കെയായാലും ഇതിൽ 6 കേസസാണ് എടുത്തത്. ബാക്കി കേസസ് വരാനുണ്ട്, 5 കേസും കൂടെ വരാനുണ്ട്. മൊത്തം 22 പേരാണല്ലോ ഉള്ളത്. ഇതിനകത്ത് ബെസ്റ്റായിട്ട് വാദിച്ചിട്ടുള്ള എല്ലാവർക്കും വേസ്റ്റും പറയാനുള്ള ഒരു ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നുണ്ട്. എനിവേയ്സ് ഗ്രീൻ സ്റ്റാർ കിട്ടിയത് ജെയ്സൺ ആണ്. ഏറ്റവും നല്ല വക്കീലായിട്ട് ജെയ്സണെയാണ് എടുത്തിരിക്കുന്നത്. റെഡ് സ്റ്റാർ 2 പേർക്ക് കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് വക്കീലും അതുപോലെ വേസ്റ്റ് ജഡ്ജും. അപ്പോൾ വേസ്റ്റ് ജഡ്ജായിട്ട് സംയുക്തനെയാണ് കിട്ടിയത്. കാരണം സംയുക്ത വന്നിട്ട് 2 വക്കീലുമാരും അവിടെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ വാദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ പുള്ളിക്കാർ ആ കോർട്ടിൻ്റെ ഇതൊന്നും പാലിച്ചില്ല എന്നുള്ള രീതിയിൽ സംയുക്തയ്ക്ക് കൊടുക്കുന്നു. ദെൻ വേസ്റ്റ് വക്കീലായിട്ട് അഭിനയം സെലക്ട് ചെയ്യുന്നു. ദെൻ എന്താണ്, സംയുക്തയ്ക്ക് ഒരു അഡ്വൈസ് ആര് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ അധികാരം വന്നാൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദെൻ നാളെ സെയിം റൗണ്ട് ആവർത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് തമിഴ് നിർത്തുന്നത്. എനിവേയ്സ് നല്ല ടാസ്ക്കാണ്, കോർട്ട് ടാസ്ക്. ഇതുപോലെയുള്ള ടാസ്കുകളൊക്കെ അഗ്നിപരീക്ഷയിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കണ്ടസ്റ്റൻസിൻ്റെ എബിലിറ്റി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് തെലുങ്കിലേക്ക് വരാം. തെലുങ്കിൽ വന്നു കഴിഞ്ഞാൽ ടുഡേ ഭാഗ്യയുടെ ഫയർ കാർഡ്, ബ്ലൈൻഡ് ഫയർ കാർഡായിരുന്നു ഭാഗ്യ കിട്ടിയത്. അത് ഇന്ന് യൂസ് ചെയ്യാനുള്ള ഡേ ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസലേതു നയനേതു, അതായത് റിയൽ ഓർ ഫേക്ക് ഏതെന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഭാഗ്യയുടെ ബ്ലൈൻഡ് ഫയർ കാർഡിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, സ്റ്റീൽ ഹാഫ് ഓഫ് ദ പോയിന്റ്, ഏത് ടീമിന് കിട്ടുന്ന പോയിന്റിൽ നിന്നും ഹാഫ് സ്റ്റീൽ ചെയ്യാന്നുള്ളതാണ്. ദെൻ യെല്ലോ കാർഡ് കിട്ടിയവരെ വരിവരിയായി കൊണ്ടുവന്ന് നിർത്തിയിട്ട്, യെല്ലോ കാർഡ് ഇതുവരെ കിട്ടിയത് ഗായത്രി, രോഹിത്, സൃഷ്ടി, രാമകൃഷ്ണ. അവരോട് ആ കൂട്ടത്തിൽ റിയൽ ആര് ഫേക്ക് ആരെന്ന് ചോദിക്കുന്നുണ്ട്. അവരത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ വന്നിട്ട് ശ്രീമുഖി കാർഡ് ഭാഗ്യയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഭാഗ്യയോട് പറയുന്നുണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് വന്നതിനാൽ ഭാഗ്യയ്ക്ക് തന്നെ തരുവാണെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കൈക്ക് ടാസ്കിനിടയിൽ, അതുകൊണ്ട് ഭാഗ്യയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് 5 ബോൾ എടുത്ത് എറിയുകയാണ്. 5 ബോൾ എറിയുന്ന സമയത്ത് 5 പേര് കൈക്കലാക്കുന്നത്. അതിൽ അമ്മൻ്റെ കയ്യിൽ കിട്ടിയ ബോൾ അപൂർവം വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് അവനത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പം അലിഗേറ്റ് ചെയ്യുകയാണ്. ആ അലിഗേഷൻ എന്താണെന്ന് ഞാൻ പറയണില്ല, കാര്യം അത്ര ചീപ്പ് ഗെയിം ഒന്നും കളിക്കാൻ പാടില്ല. അപ്പോൾ അപ്പം തന്നെ ആൾ കൈ മാറ്റിയിട്ട് ആൾ പറയുന്നത് ഇയാൾ എപ്പോഴും ഇതുപോലെയാണെന്ന് പറയുന്നു. അപ്പോൾ ശ്രീമുഖി ഉടനെ പറയുന്നുണ്ട്, ഇയാൾക്ക് ഞാനൊരു ടാസ്ക് തരാം,
അപൂർവയുടെ കയ്യിലിരിക്കുന്ന ബോൾ എടുക്കാൻ ഉള്ളൊരു ചാൻസ് തരാമെന്ന്. പക്ഷെ അത് അമൻ എടുക്കുന്നുണ്ട്, ആ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബോൾ കിട്ടിയവർ അമൻ, ഭാഗി, രാമകൃഷ്ണ, രാജകുമാരി, ദീപക്. ഇതിൽ ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മുന്നിൽ 5 ചാക്കുണ്ട്. 3 എണ്ണത്തിൽ പൊട്ടറ്റോസ് ആണ്, നല്ല വെയിറ്റ് ഉണ്ട്. 2 എണ്ണത്തിൽ വെയിറ്റ്ലെസ് ആണ്, പേപ്പറോ എന്തോ മറ്റോ ആണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം, അത് ഒറിജിനൽ ഏതാ ഫേക്ക് ഏതാന്ന് ചൂസ് ചെയ്യുകയാണ് വേണ്ടത്, അതായത് ഇരിക്കുന്ന ഇവർ. അപ്പോൾ ഇവർ 4 പേര് വന്നിട്ട് 4 പേര് സെലക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല, പറയുന്ന സമയത്ത് ഓടി വന്നിട്ട് ആ ബെല്ലെടുക്കണം. ബെല്ല് ആദ്യം എടുക്കുന്നവരാണ് ഇത് എന്താ പറയേണ്ടത്, എന്താണെന്ന് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിഥിലേഷ് ആദ്യം വരുന്നു. മിഥിലേഷ് വന്നിട്ട് മിഥിലേഷ് പറഞ്ഞ ഉത്തരം തെറ്റായിരുന്നു. അതുകൊണ്ട് മിഥിലേഷ് പറഞ്ഞിരുന്ന രാജകുമാരിനെ ആയിരുന്നതുകൊണ്ട് രാജകുമാരി ക്യാപ്റ്റനായി. ദെൻ സൃഷ്ടി വരുന്നു. സൃഷ്ടി വന്നത് രാമകൃഷ്ണയാണ് ഫേക്ക് എന്ന് പറയുന്ന, രാമകൃഷ്ണൻ്റെ ഇത് കറക്റ്റ് ആയതുകൊണ്ട് സൃഷ്ടി വന്നിട്ട് ലീഡറായി. ദെൻ അവൾക്ക് എല്ലാ ചാക്കും കയ്യിൽ പിടിക്കാൻ കൊടുക്കുന്നതുകൊണ്ട് അതവിടെ ആ ടാസ്ക് അവിടെ അവസാനിച്ചു. പിന്നെ 3 ഗ്ലാസ് വെച്ചിട്ട് 3 ഗ്ലാസ്സിൽ ജ്യൂസ് ഉണ്ട്, അതിൽ 1 വിനിഗറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ യമ്മൻ യക്ക് കളിച്ച പോലെ 3 പേരും വന്നിട്ട് ആ ഗ്ലാസ്സിൽ ജ്യൂസ് കുടിക്കണം. അതിലേതാണ് വിനിഗർന്ന് ഗസ് ചെയ്ത് പറയണം. അപ്പോൾ ഇതിൽ കിട്ടിയത് രോഹിത്താണ്. രോഹിത് വന്നിട്ട് പറഞ്ഞ കാര്യം തെറ്റായിരുന്നു. അങ്ങനെ ലീഡേഴ്സിനെ സെലക്ട് ആയി. അതായത് അപ്പോൾ അമനെ ടാർഗറ്റ് ചെയ്ത് ദീപകിനെ ടാർഗറ്റ് ചെയ്ത് തെറ്റിപ്പോയി. അപ്പോൾ അമൻ ലീഡറായി. അങ്ങനെ അല്ല അമനല്ല, ദീപകിനല്ല, അമൻ സോറി കേട്ടോ, അമനെ ടാർഗറ്റ് ചെയ്ത. അപ്പോൾ അമൻ ലീഡറായി. ദെൻ രാജകുമാരി ബ്ലൂ ടീം, സൃഷ്ടി യെല്ലോ ടീം, അമൻ ഗ്രീനും ആയി ലീഡറായി. ദെൻ ഇവർക്ക് മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഏറ്റവും കുറച്ച് സ്ട്രോ വെച്ചിട്ടുണ്ട്, ആ സ്ട്രോ എടുക്കണം. ആ സ്ട്രോ എടുത്തിട്ട് ഏറ്റവും വലിയ സ്ട്രോ കിട്ടുന്ന ആൾക്ക് ടീമിൽ 5 മെമ്പേഴ്സിനെ എടുക്കാം. മീഡിയം കിട്ടുന്ന ആൾക്ക് 4 മെമ്പേഴ്സിന്, ലാസ്റ്റ് വരുന്ന ആൾക്ക് 3 മെമ്പേഴ്സിനെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതിൽ ഏറ്റവും സ്മോൾ വന്നത് സൃഷ്ടിക്കാണ്. അപ്പോൾ സൃഷ്ടി ടീമിനെ സെലക്ട് ചെയ്യുന്നു. ദീപക്, രോഹിത്, ചരൺ ചെയ്യുന്നു. മീഡിയം വന്നത് രാജകുമാരിക്ക്. രാജകുമാരി 4 പേരെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അമന് ഗ്രീൻ കിട്ടുന്നു. അമൻ 5 പേരെ ബാലൻസ് ഉള്ള 5 പേര് അമന്. ഇപ്പോൾ ഇനി ടാസ്ക് മാത്രം പറഞ്ഞു പോവാം, വിൻ ചെയ്ത ടീമും പറയാം. ആൾക്കാരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ കാർഡ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഭാഗ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നു. ഏത് ടീമിൻ്റെ പോയിൻറ്റ്സ് ആണ് എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യ വന്നിട്ട് കാർഡ് എടുത്ത് അമന് കൊടുക്കുകയാണ്. അതായത് അമൻ്റെ ടീമിൻ്റെ പോയിൻറ്റ്സ് ആണ് എടുക്കുക എന്ന് പറയുന്നു. നോക്കണേ ഒരു അൺലക്ക്, അമന് കിട്ടിയ ബ്ലൈൻഡ് കാർഡ് അമന് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ അമൻ്റെ ടീമിൽ നിന്ന് പോയിൻറ്റും പോകുന്നു ഇതേ കാർഡ് കാരണം. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രീനിന് പുറകിൽ 2 പേര് നിൽക്കുന്നുണ്ട്. അതിൽ ഹൈറ്റ് കൂടുതൽ ആർക്ക് കുറവ് ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതിനകത്ത് സൃഷ്ടി യെല്ലോ ടീമാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ ടീമിൽ ഒരാളിനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവളെ എലിമിനേറ്റ് ചെയ്യുന്നത് അമൻ്റെ ഗ്രൂപ്പിൽ ഗായത്രിനെ. അത് റിവെഞ്ച് ആണോ എന്ന് നവദീപ് ചോദിക്കും. റിവെഞ്ച് ആണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വന്നിട്ട് ഒരു ഫുഡും ഒരു ഗ്ലാസും വെച്ചിട്ട് ആ സ്ക്വയർ ഇങ്ങനെയുള്ള ഒരു ഫുഡ്, എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി, അതിലൊന്ന് ഫേക്കാണ്. അപ്പോൾ അതിൽ 2 പേരാണ് ഉത്തരം പറഞ്ഞത്, ബ്ലൂ ടീമും യെല്ലോ ടീമും. അവർക്ക് 2 പേർക്കും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തു, അവർ ചരണിനെ എലിമിനേറ്റ് ചെയ്തു. ചരൺ എന്ന് പറഞ്ഞാൽ യെല്ലോ ടീമിലെ ചരണിനെ എലിമിനേറ്റ് ചെയ്തു. അതിൻ്റെ റീസൺ പറഞ്ഞത് ഹീസ് വെരി ഇൻ്റലിജൻറ്റ്, കാരണം ഈ ടാസ്ക് ഇൻ്റലിജൻ്റ് ആയ ആൾക്കാർ കൊണ്ടുപോകുമെന്നറിയാം. അതുകൊണ്ട് മൂന്നാമത് വന്നിട്ട് 2 മജീഷ്യൻസ് ആണ് വന്നത്. അതിൽ റിയൽ ആര് ഫേക്ക് ആരെന്ന് ചോദിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇവർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞ 3 പേര് പറഞ്ഞ ആൻസറും ശരിയാണ്. അടുത്തത് വീണ്ടും വന്നത് 2 ഡോനറ്റ്സ് ഉണ്ട്. അതിൽ റിയൽ ഏത് ഫേക്ക് ഏതെന്നാണ് 3 പേരും ഉത്തരം കറക്റ്റായിട്ട് പറയണം. ദെൻ 2 ഡാൻസേഴ്സിനെ കൊണ്ടുവരുവാണ്. അതിൽ റിയൽ ആര് ഫേക്ക് ആരെന്ന് ചോദിക്കുന്നു. ഇവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. 3 പേരും എഴുതിയ ഉത്തരം ശരിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 പ്ലാന്റ്സിൻ്റെ നടുവിൽ ഓരോ സൺഫ്ലവർ വെച്ചിട്ടുണ്ട്. അത് റിയൽ ഏത് ഫേക്ക് ചെയ്ത്, അതും 3 പേരും ആൻസർ പറഞ്ഞത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി വന്നിട്ട് എല്ലാ ടീമിനും ഒരേ പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഒരു ടൈ ബ്രേക്കർ കൊടുക്കുകയാണ്. ടൈ ബ്രേക്കർ എന്ന് വന്നു കഴിഞ്ഞാൽ 2 ലേഡീസിനെ കൊണ്ടുവന്ന് നവദീപ് ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ അമ്മയെ ചൂസ് ചെയ്യണം. ഇതായിരുന്നു സംഭവം. അതിനകത്ത് സൃഷ്ടി ഫെയിലാവുകയാണ്, മറ്റ് 2 പേരും ജയിക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ യെല്ലോ ടീമിന് 500ഉം ബ്ലൂ ടീമിന് 600ഉം ഗ്രീൻ ടീമിന് 600ഉം വന്നു. അപ്പോൾ ഭാഗ്യ ഇവിടെ കാർഡ് യൂസ് ചെയ്തിട്ട് ഗ്രീൻ ടീമിൻ്റെ 300 പോയിൻറ്റ്സ് അങ്ങ് എടുക്കുകയാണ്. സോ ബ്ലൂ ടീം വിൻ ചെയ്തു.
ഇവിടെ വിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ നല്ല എന്താണ് ചിന്തിച്ച് കളിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഭാഗീനെ ടീമിൽ എടുക്കാൻ ചാൻസ് കിട്ടിയ രാജകുമാരി ആണ് നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്തത്. സോ രാജകുമാരിക്ക് ടീം ജയിച്ചത് കൊണ്ട് വോട്ടപ്പീലിനുള്ള ചാൻസ് ഉണ്ട്. അത് ഭാഗിക്ക് കൊടുക്കുന്നു. ഭാഗി വോട്ടപ്പീൽ ചെയ്യുന്നു. അപ്പോൾ മോസ്റ്റ് വാല്യബിൾ പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തത് രാജകുമാരിനെയാണ്. ഗോൾഡൻ സ്റ്റാർ കിട്ടുന്നു. പിന്നെ ഒരു TDH ഫുഡിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കിട്ടുന്നുണ്ട്. വേസ്റ്റ് പ്ലെയർ ആയിട്ട് യെല്ലോ കാർഡ് കൊടുക്കാൻ വേണ്ടി 3 ലീഡേഴ്സിനെ ഓരോരുത്തരെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അപൂർവ, ഹേമന്ത്, ശാലിനിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അപൂർവയ്ക്കാണ് യെല്ലോ കാർഡ് കിട്ടിയത്. അപൂർവ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യവും വാദിച്ച് ജയിക്കാൻ നോക്കും. ഒരു ഗെയിം കളിക്കുന്നില്ല, ഒന്നുമില്ല. സംസാരത്തിലൂടെ മാത്രം വിൻ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും വെറും സംസാരം മാത്രം പോരാ. നമ്മൾ ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കണം. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ഫിസിക്കൽ ടാസ്ക് ചെയ്യണം. എല്ലാ ടാസ്കും ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആൾക്കാരെ എലിഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മിക്കവാറും എലിമിനേറ്റായി പോകാനാണ് സാധ്യത. എന്തായാലും 2 എലിമിനേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല നമുക്ക്. അപ്പോൾ എങ്ങനെയായാലും ഇപ്പം നല്ല രീതിയിൽ കന്നഡയിലാണെങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്, തെലുങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്, തമിഴിലാണെങ്കിൽ രസകരമായിട്ട് ടാസ്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരാളെ ഇതുവരെ എലിമിനേറ്റ് ചെയ്തിട്ടില്ല. വീക്കെൻഡിൽ ചിലപ്പോൾ റിജക്ഷനൊക്കെ എലിമിനേഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുപോലെ മലയാളത്തിലും ടാസ്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കുറേ പേരെ നന്നായിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. ടാസ്കുകളൊക്കെ ഇതേ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ടാസ്കുകളൊക്കെ കൊടുക്കാൻ മലയാളത്തിലുള്ള അഗ്നിപരീക്ഷ ടീമിൻ്റെ അവർക്കും സാധിക്കട്ടെ. നല്ല കഴിഞ്ഞു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ പറയാം, നമുക്ക് ഇനി നല്ല ടാസ്കുകളൊക്കെ കാണാൻ സാധിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് എന്താണ് സംഭവിച്ചത് മലയാളത്തിൽ നിന്നറിയാൻ വേണ്ടി ഞാൻ ഈഗേർലി വെയിറ്റിംഗ് ആണ്. കാരണം ജഡ്ജസൊക്കെ വോക്കൗട്ട് ചെയ്തതല്ലേ, അവർ തിരിച്ച് വന്നിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഈഗേർലി വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നാളത്തെ എപ്പിസോഡുകളുടെ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യുന്നത് കൂടാതെ എന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ കാണാം നമുക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, നന്ദി, നമസ്കാരം.